ഇന്നും ഒരു പഞ്ചതന്ത്ര കഥയാണ്. ഇതിൽ ഒരു എലിയുണ്ട്. എലിയുടെ പേര് ഹിരണ്യകൻ എന്നാണ്. അപ്പോൾ ഈ ഹിരണ്യകൻ എന്ന എലിക്ക് ഒരു ദുഃഖമുണ്ട്. ആ ദുഃഖത്തെപ്പറ്റിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ചതുരനായ മിടുക്കനായ ഈ എലി ഒരു ക്ഷേത്രത്തിലായിരുന്നു താമസിച്ചിരുന്നത്. അധികം ആരും വരാത്ത ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു ആശ്രമത്തിൽ ഒരു സന്യാസി താമസിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേര് താമ്രചൂടൻ എന്നായിരുന്നു. ഈ താമ്രചൂടൻ പട്ടണത്തിൽ പോയി ഭിക്ഷ എടുത്തായിരുന്നു ജീവിച്ചിരുന്നത്. ഭിക്ഷ എടുക്കുമ്പോൾ അയാൾക്ക് ഒരുവിധം നന്നായിട്ട് ഭക്ഷണം കിട്ടും. അത്രയൊന്നും ആവശ്യമില്ല താനും. അതുകൊണ്ട് അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നത് അയാളുടെ ഭിക്ഷാപാത്രത്തിൽ തന്നെ എടുത്ത് ആ ക്ഷേത്രത്തിൽ തന്നെ വെച്ചിരിക്കും. പിറ്റേന്ന് ആ ചോറ് ആർക്കെങ്കിലും കൊടുത്തിട്ട് അവരെ കൊണ്ട് അയാൾ ആ ക്ഷേത്രമൊക്കെ തൂത്ത് വൃത്തിയാക്കിപ്പിക്കും. അങ്ങനെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഹിരണ്യകൻ എന്ന ഈ എലിക്കാണെങ്കിൽ ഒരുപാട് അനുയായികളുണ്ട്. അവൻ വളരെ മിടുക്കനായത് കാരണം തന്നെ അവനെ നേതാവായി അംഗീകരിച്ച ഒരുപാട് എലികളുണ്ടായിരുന്നു. അപ്പോൾ ഈ എലികളായ പരിവാരങ്ങളോടൊപ്പം ഹിരണ്യകൻ സ്ഥിരമായിട്ട് ഈ വൃദ്ധനായ സന്യാസി താമ്രചൂടൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചോറ് തിന്നാൻ വരാറുണ്ടായിരുന്നു. താമ്രചൂടൻ ഉറങ്ങിക്കഴിയുമ്പോൾ എലികളെല്ലാം കൂടെ പതുങ്ങി പതുങ്ങി വന്നിട്ട് ഈ ചോറ് എടുത്ത് തിന്ന് കളയും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം അദ്ദേഹത്തിന് തൻ്റെ ക്ഷേത്രം വൃത്തിയാക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള ചോറുണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ചോറ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ അവർ അവിടെ വൃത്തിയാക്കാറില്ല. ഇത് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായിട്ട് തീർന്നു. പണമൊന്നും കൊടുത്ത് ആൾക്കാരെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. കിടക്കുന്ന സ്ഥലം വൃത്തിയായി കിടക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ചോറായിരുന്നു അദ്ദേഹത്തിന് കൂലിയായിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു വടി എടുത്ത് വെച്ച് ഉറങ്ങാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഈ വടി കൊണ്ട് ഈ പാത്രത്തിൽ ഇദ്ദേഹം തട്ടും. അപ്പോൾ പേടിച്ച് എലികൾ ചാടി മാറും. അങ്ങനെ എലികളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ വടി കൊണ്ട് ഈ പാത്രത്തിൽ തട്ടിക്കൊണ്ടാണ് സന്യാസി ഉറങ്ങാറ്. ഉറക്കത്തിനിടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഉണരുകയും എന്നിട്ട് ഈ വടി കൊണ്ട് പാത്രത്തിൽ തട്ടുകയും ചുറ്റുപാടും വടി കൊണ്ട് അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ എലികൾക്ക് പെട്ടെന്നൊന്നും ഈ ചോറ് എടുത്ത് തിന്നാൻ പറ്റാതായി. എന്നാലും അവർ വളരെ മിടുക്കരായത് കാരണം അവർ ഈ ചോറ് മോഷ്ടിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ താമ്രചൂടൻ എന്ന സന്യാസിയുടെ സുഹൃത്തായ ബൃഹസ്പിക്ക് എന്ന് പറഞ്ഞൊരു സന്യാസി ഇദ്ദേഹത്തിന് അടുത്തെത്തിച്ചേർന്നു. അന്ന് താമ്രചൂടൻ്റെ അതിഥിയായിട്ട് ഈ ക്ഷേത്രത്തിലാണ് ഈ ബൃഹസ്പിക്കും കിടന്നത്. അവർ രണ്ടുപേരും രാത്രി കുറേ നേരം സംസാരിച്ചു. എന്നിട്ട് ദർഭപ്പുല്ലിൻ്റെ കിടക്ക വിരിച്ച് കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്ക് താമ്രചൂടൻ എന്ന സന്യാസിയുടെ ശ്രദ്ധ മാറി. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ ചോറിരിക്കുന്ന പാത്രത്തിലായി. അതിലേക്ക് എലികൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചും അവയെ തട്ടി ഓടിച്ചും അദ്ദേഹം ബൃഹസ്പതിൻ്റെ സംസാരം ശ്രദ്ധിക്കാറായി. വളരെ കാലം കൊണ്ട് കാണുന്ന സുഹൃത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ബൃഹസ്പതിന് പറയാനുണ്ടായിരുന്നെങ്കിലും താൻ പറയുന്ന കാര്യങ്ങളൊന്നും താമ്രചൂടൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, സ്നേഹാദരപൂർവ്വം അതിഥി സൽക്കാരം ചെയ്യുന്നവരുടെ ഗ്രഹങ്ങളിലെ ചെല്ലാവൂ. നിനക്ക് കിടക്കാൻ ഒരു ക്ഷേത്രം കിട്ടി എന്ന് കരുതി വലിയ ഗർഭിഷ്ഠനായി തീർന്നിരിക്കുകയാണ്. നീ എന്നോടുള്ള സ്നേഹമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ വന്നത് വലിയ കഷ്ടമായിപ്പോൾ. ഞാൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ താമ്രചൂടൻ താഴ്മയോടെ പറഞ്ഞു, അയ്യോ എന്നോട് പിണങ്ങരുതേ. എനിക്ക് മറ്റു കൂട്ടുകാരാരുമില്ല. നീയാണ് എനിക്ക് ആകെയുള്ള ഒരു കൂട്ടുകാരൻ. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മുഴുവൻ സംസാരവും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇതാ നോക്കൂ, ഈ പാത്രം കണ്ടോ? ഈ പാത്രത്തിൽ ഞാൻ ബാക്കി വരുന്ന ഭക്ഷണം സൂക്ഷിച്ചു വെക്കുകയും നാളെ ഈ ആശ്രമം വൃത്തിയാക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും. അത് കൊടുക്കുന്നത് കൊണ്ടാണ് അവരിവിടെയൊക്കെ വൃത്തിയാക്കി തരുന്നത്. പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് കുറേ എലികൾ വന്ന വലിയ ശല്യമാണ്. എത്ര ഓടിച്ചാലും അവരുടെ നേതാവ് എങ്ങനെയെങ്കിലും ഈ പാത്രത്തിൽ കടക്കുകയും ചോറെടുത്ത് തിന്നുകയും അനുയായികൾക്ക് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ മുളവടി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തല്ലി ഈ എലികളെ ഓടിക്കാതെ യാതൊരു രക്ഷയുമില്ല. അതുകൊണ്ടാണ് നീ പറയുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്തത്. അപ്പോൾ ബൃഹസ്പിക്ക് ചോദിച്ചു, ഈ എലികളുടെ മാള എവിടെയാണ്? ഈ ആശ്രമത്തിൽ തന്നെയാണോ? താമ്രചൂടൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ബൃഹസ്പിക്ക് പറഞ്ഞു, ഈ എലിയെ ഒരു സാധാരണക്കാരനെ എലി ആയിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം ഓടിച്ചാൽ പിന്നെ വരരുതാത്തതാണ്. ഇവൻ ഇത്ര സാമർഥ്യക്കാരനായിട്ട് എല്ലാ ദിവസവും നിൻ്റെ ഭക്ഷണം തിന്നാൻ വരുന്നുണ്ടെങ്കിൽ അവന് എന്തോ പ്രത്യേക കഴിവുകൾ കാണും. ഇവൻ താമസിക്കുന്നത് മിക്കവാറും ഒരു നിധിയുടെ മുകളിലായിരിക്കണം. ആ ധനത്തിൻ്റെ ഊഷ്മാവ് കൊണ്ട് അതിന് മേലെ താമസിക്കുന്ന പ്രാണികൾക്ക് ബുദ്ധിയും തേജസ്സും ഉണ്ടാവാറുണ്ട്. കുത്തിച്ചേറ് വൃത്തിയാക്കിയ എള്ള് കൊടുത്തിട്ട് പകരം വൃത്തിയാക്കാത്ത എള്ള് ഒരാൾ വാങ്ങണമെങ്കിൽ അതിനൊരു കാരണമുണ്ടായിരിക്കും എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ താമ്രചൂടൻ പറഞ്ഞു, ഞാനിത് കേട്ടിട്ടില്ല. അതെന്താ? അപ്പോൾ ബൃഹസ്പിക്ക് പറഞ്ഞു, ഞാനൊരു കഥ പറഞ്ഞുതരാം. പണ്ട് ഒരു ബ്രാഹ്മണനും ഒരു ബ്രാഹ്മണിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഈ ബ്രാഹ്മണൻ ബ്രാഹ്മണിയോട് പറഞ്ഞു, ഭാര്യയെ, നാളെ ദക്ഷിണായന സംക്രമമാണ്. അന്ന് ദാനം ചെയ്താൽ വളരെ പുണ്യം കിട്ടും. ഒരുപാട് ആൾക്കാരെ ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ഗ്രാമത്തിൽ പോയി ദാനം വാങ്ങുന്നുണ്ട്. എനിക്ക് പണവും വസ്ത്രവും ആഹാരവും ഒക്കെ ദാനം കിട്ടും.
അപ്പോൾ നമുക്ക് ദാനം കിട്ടും എന്ന് കരുതി ദാനം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്തെങ്കിലും ചെറുതായിട്ട് ദാനം ചെയ്താൽ നമുക്കും പുണ്യമുണ്ടാവും. അപ്പോൾ ബ്രാഹ്മണി പറഞ്ഞു, ദാരിദ്ര്യത്തിൽ മുഴുകി കിടക്കുന്ന നമ്മൾ എന്ത് ദാനം ചെയ്യാനാണ്? ഞാൻ വയറ് നിറച്ച് ചോറുണ്ടിട്ട് തന്നെ കാലം കുറേയായി. ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങനൊന്നും പറയരുത്. വളരെ ശ്രദ്ധയോടെ ഉചിത സമയത്ത് ചെയ്യുന്ന ദാനം പുണ്യകരമാണ്. അപ്പോൾ ബ്രാഹ്മണി പറഞ്ഞു, ശരി, ഇവിടെ കുറച്ച് എള്ളിരിപ്പുണ്ട്, ഞാൻ ആ എള്ളെടുത്ത് എള്ളുണ്ട ഉണ്ടാക്കി ആർക്കെങ്കിലും ദാനം ചെയ്യാം. ബ്രാഹ്മണൻ പറഞ്ഞു, ശരി, അത് മതി, എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്താൽ മതി. അങ്ങനെ ബ്രാഹ്മണൻ പിറ്റേന്ന് തനിക്കുള്ള ദാനം വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയും ബ്രാഹ്മണി ഭർത്താവ് പറഞ്ഞ അനുസരിച്ച് ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് എള്ളുണ്ട ഉണ്ടാക്കാൻ തുടങ്ങുകയും ചെയ്തു. അവരുടെ കയ്യിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അവരത് എടുത്ത് വെള്ളം ചൂടാക്കി അതിൽ കഴുകിയിട്ട് അത് അരിച്ചിട്ട് അത് വെയിലത്ത് ഉണക്കാൻ വെച്ചു. എള്ള് ഉണങ്ങി വന്നപ്പോഴേക്കും ഒരു പട്ടി വന്ന് എള്ളിന് നടുക്ക് മൂത്രം ഒഴിച്ചു. ഇത് കണ്ടപ്പോൾ ബ്രാഹ്മണിക്ക് ആകെ വിഷമമായിപ്പോയി. വളരെ കഷ്ടപ്പെട്ട് എള്ള് ഉണക്കിയെടുത്തതാണ്. ഈ പട്ടി മൂത്രം ഒഴിച്ച സ്ഥിതിക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റില്ല, കളയാനും മനസ്സ് വന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചു, ദാനം കൊടുക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, ആർക്കെങ്കിലും കൊടുക്കാം, എന്നിട്ട് പകരമായിട്ട് വെടിപ്പാക്കാത്ത എള്ള് വാങ്ങാം. അങ്ങനെ ഇവർ ഒരു വീട്ടിൽ ചെന്നു. അതും ഒരു ബ്രാഹ്മണ ഗൃഹമായിരുന്നു. ആ ബ്രാഹ്മണ ഗൃഹത്തിലെ സ്ത്രീയോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറച്ച് നല്ല എള്ളുണ്ട്, അതെടുത്തിട്ട് എനിക്ക് പകരം കുറച്ച് വൃത്തിയാക്കാത്ത എള്ള് തന്നാൽ മതി. അപ്പോൾ ആ വീട്ടിലെ സ്ത്രീ വിചാരിച്ചു, ഇത് നല്ല കാര്യമായി പോയല്ലോ, വീട്ടിലിരിക്കുന്ന എള്ള അഴുക്ക് പിടിച്ചതാണ്, പൊടിയുണ്ട്, അത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കാൻ സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരാൾ വൃത്തിയാക്കിയ എള്ളും കൊണ്ട് വന്നിട്ട് പകരം വൃത്തിയാക്കാത്ത എള്ള് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ലേ. അവരങ്ങനെ ഈ എള്ള് വാങ്ങിയിട്ട് പകരം കുത്തിച്ചേറ് വൃത്തിയാക്കാത്ത എള്ള് കൊടുക്കാനൊരുങ്ങി. അപ്പോൾ ആ വീട്ടിലെ കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ, വെടിപ്പാക്കാത്ത എള്ളിന് പകരം ആരെങ്കിലും നന്നാക്കിയ എള്ളിങ്ങനെ ദാനം ചെയ്യുമോ? ഇതിലെന്തോ കാരണമുണ്ട്, അതുകൊണ്ട് നമുക്ക് ആ എള്ള് വേണ്ട. അങ്ങനെ ആ സ്ത്രീ ആ എള്ള് വാങ്ങിയില്ല. ബ്രാഹ്മണി എളിഭയായിട്ട് തൻ്റെ എള്ളും കൊണ്ട് തിരിച്ചുപോയി. അപ്പോൾ അതുപോലെ ഒരു കാരണമില്ലാതെ ആർക്കും ഇങ്ങനെ സാമർഥ്യം ഉണ്ടാകുകയില്ല. ഈ എലിക്ക് ഇത്ര സാമർഥ്യവും ഇത്ര തേജസ്സും ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം. നമുക്ക് അവൻ താമസിക്കുന്ന മാളം കണ്ടുപിടിക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹിരണ്യകൻ എന്ന എലി കുറച്ച് മുകളിലായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ എലിക്ക് ആകെ വിഷമമായിപ്പോയി. തൻ്റെ മാളം കണ്ടുപിടിച്ച് അത് നശിപ്പിച്ചാലോ, ഇനി ഇവർ പറയുന്നത് പോലെ അതിൽ നിധി വല്ലതും ഉണ്ടെങ്കിലോ, തൻ്റെ തേജസ് നശിച്ചാലോ. അവൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്ക് ഇന്ന് നേരായ മാർഗത്തിലൂടെ നമ്മുടെ മാളത്തിലേക്ക് പോകണ്ട, മറ്റൊരു വഴി വളഞ്ഞു പോകാം. കാരണം നമ്മൾ നേരെ മാളത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ രണ്ട് സന്യാസിമാർ രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ പാദങ്ങൾ നോക്കി പിന്തുടർന്ന് നമ്മളുടെ മാളത്തിൽ എത്തിച്ചേരും. അങ്ങനെ ഈ ഹിരണ്യകൻ തൻ്റെ അനുയായികളുമായിട്ട് തൻ്റെ കൂട്ടാളികളുമായിട്ട് മറ്റൊരു വഴിയെ പോയി തുടങ്ങി. പക്ഷേ ആ വഴിയുടെ അവസാനത്തിൽ വലിയൊരു പൂച്ച നിൽപ്പുണ്ടായിരുന്നു. പൂച്ചയുടെ കയ്യിൽ നിന്ന് ചാവാതെ ഒരു വിധമാണ് ഹിരണ്യകൻ രക്ഷപ്പെട്ടത്. പല എലികൾക്കും കടിയേറ്റു. 1-2 എണ്ണത്തിനെ പൂച്ച ആഹാരമാക്കുകയും ചെയ്തു. ഹിരണ്യകനാണ് ഈ വഴി കൊണ്ടുവന്ന് തങ്ങളെ പൂച്ചയുടെ മുന്നിൽ ചാടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ അനുയായികൾ പലരും അവനെ വിട്ടുപോയി. മുറിവേറ്റ ഹിരണ്യകൻ ഒരു വിധത്തിൽ വേച്ച് തൻ്റെ മാളത്തിലെത്തി കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ സന്യാസിമാർ എലികളുടെ മാളം കണ്ടുപിടിക്കാൻ ഇറങ്ങി. അവരവിടെയൊക്കെ തപ്പി നോക്കിയപ്പോൾ ചോരപ്പാടുകൾ കണ്ടു. എലികളുടെ കാൽപാദങ്ങളിൽ ചോര പറ്റിയിട്ട് അവ മാളങ്ങളിലേക്ക് നടന്നു പോയ പാടുകൾ. അങ്ങനെ ആ വഴി ഈ സന്യാസിമാർ രണ്ടുപേരും കൂടെ നടന്ന് എലികളുടെ മാളം കണ്ടുപിടിച്ചു. കൈമഴ കൊണ്ട് കുഴിച്ച് നിധി കണ്ടെത്തുകയും ചെയ്തു. ആ നിധിയുടെ മുകളിൽ താമസിച്ചിരുന്ന ഹിരണ്യകന് അതിൻ്റെ ഊഷ്മാവ് കൊണ്ടായിരുന്നു എന്തും ചെയ്യാനുള്ള ധൈര്യവും സാമർഥ്യവും തേജസ്സും ഒക്കെ കിട്ടിയിരുന്നത്. സന്യാസിമാർ രണ്ടുപേരും കൂടി നിധി എടുത്തുകൊണ്ട് പോയി. നിധി കൈമോശം വന്നതോടെ ഈ എലി ഒരു നിരിന്മേഷനായിട്ട് മാറി. അന്ന് രാത്രി താമ്രചൂടൻ എന്ന സന്യാസി വീണ്ടും തൻ്റെ മുളവടി എടുത്ത് പാത്രത്തിൽ തട്ടിത്തുടങ്ങി. അപ്പോൾ ബ്രഹൽസ്പിക്ക് എന്ന സന്യാസി പറഞ്ഞു, നീ ഇന്ന് വെറുതെ പാത്രത്തിൽ തട്ടുകയൊന്നും വേണ്ട, ആ എലി ഇന്ന് വരാൻ പോകുന്നില്ല, അവൻ്റെ സാമർഥ്യമൊക്കെ പോയിരിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്ന ഹിരണ്യകൻ എന്ന എലിക്ക് വലിയ ദേഷ്യം വന്നു. ഇപ്പോൾ കാണിച്ചു തരാം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ ചോറുപാത്രത്തിന് നേരെ ചാടിയെങ്കിലും നിലത്ത് വീണുപോയി. അപ്പോൾ താമ്രചൂടനും ബൃഹസ്പിക്കും കൂടെ ഉറക്കെ ചിരിച്ചു. വിഷപ്പാലില്ലാത്ത പാമ്പും മതമില്ലാത്ത ആനയും പണമില്ലാത്ത പുരുഷനും ഒരുപോലെയാണ് എന്നവർ പരസ്പരം പറഞ്ഞു. ഹിരണ്യകൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയിരുന്നു. അവൻ്റെ സാമർഥ്യം നഷ്ടപ്പെട്ടു പോയിരുന്നു. നിധിയുടെ മേലെ കവളം വെച്ച് സന്യാസി കിടന്നുറങ്ങുന്നത് കണ്ടുകൊണ്ട് ഹിരണ്യകൻ തൻ്റെ മാളത്തിലേക്ക് തിരിച്ചുപോയി. അവൻ്റെ കൂട്ടാളികളാണെങ്കിൽ ഇവന് നമ്മെ പോറ്റാനുള്ള കഴിവൊന്നുമില്ല, ഇവൻ്റെ കൂടെ നടന്നാൽ പൂച്ച പിടിക്കുകയോ മറ്റെന്തെങ്കിലും ആപത്ത് പിണയുകയോ ചെയ്യും എന്ന് പുച്ഛിച്ചുകൊണ്ട് അവനെ വിട്ടുപോയി. ആകെ സങ്കടപ്പെട്ട അവൻ വീണ്ടും ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയും ആ നിധിപ്പെട്ടി തുറന്ന് മുറിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് നിധി എടുത്ത് മാറ്റി ഈ സന്യാസിയുടെ പകരം വീട്ടണമെന്നാണ് അവൻ കരുതിയതെങ്കിലും ശബ്ദം കേട്ട് സന്യാസിമാർ രണ്ടും കൂടി ഉണരുകയും അവനെ മുളവടി കൊണ്ട് അടിക്കുകയും ചെയ്തു. മരണത്തിൽ നിന്ന് ഒരു വിധത്തിലാണ് അവൻ രക്ഷപ്പെട്ടത്.
അങ്ങനെ രക്ഷപ്പെട്ട ഈ ഹിരണ്യകൻ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അതൊരു പ്രാവായിരുന്നു. ആ പ്രാവിൻ്റെ പേര് ചിത്രഗ്രീവൻ എന്നായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു വലിയ ആൽമരം നിൽപ്പുണ്ടായിരുന്നു. ഈ ആൽമരത്തിലൊരു കാക്ക താമസിക്കുന്നു. അവൻ്റെ പേര് ലഘുപതനകൻ എന്നായിരുന്നു. ഈ ലഘുപതനകൻ ഒരിക്കൽ താൻ വസിക്കുന്ന ആൽമരത്തിന് മുകളിലിരുന്ന് താഴേക്ക് നോക്കുമ്പോൾ കുറേ വേടന്മാർ നിലത്ത് അരിമണി വിതറിയിട്ട് മീതെ വല വിരിക്കുന്നത് കണ്ടു. പക്ഷികളെ പിടിക്കാനാണ് ഇത് എന്ന് മനസ്സിലാക്കിയ ലഘുപതനകൻ താൻ വസിക്കുന്ന ആൽമരത്തിലുണ്ടായിരുന്ന എല്ലാ പക്ഷികളോടും വളരെയധികം സൂക്ഷിക്കണമെന്നും ആ ധാന്യങ്ങൾ കൊത്തി തിന്നരുത് എന്നും പറഞ്ഞു. ലഘുപതനകൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന ഈ പക്ഷികളാരും താഴേക്ക് പോവുകയോ ആ ധാന്യം കൊത്തി തിന്നുകയോ ചെയ്തില്ല. എന്നാൽ നമ്മളുടെ ഹിരണ്യകൻ്റെ സുഹൃത്തായിരുന്ന ചിത്രഗ്രീവൻ എന്ന പ്രാവ് രാജാവും അദ്ദേഹത്തിൻ്റെ പ്രജകളായ 1000 പ്രാവുകളും ഇര തേടി അവിടെ എത്തി. ലഘുപതനകൻ അവരോട് പറഞ്ഞു, താഴെ ഇരുന്ന് ആ ധാന്യങ്ങൾ കൊത്തി തിന്നരുത്, കാരണം അവിടെ വല വിരിച്ചിട്ടുണ്ട്. പക്ഷെ ചെറുപ്പക്കാരായ പല പ്രാവുകൾക്കും ഇതനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ചിത്രഗ്രീവൻ അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോലും പലരും താഴെ ഇറങ്ങിയിരുന്ന് ഈ ധാന്യം തിന്നാൻ തുടങ്ങുകയും വലയിൽ കുരുങ്ങുകയും ചെയ്തു. തൻ്റെ പ്രജകളിൽ കുറച്ച് പേർക്ക് അത്യാഹിതം നേരിട്ടത് കണ്ട ചിത്രഗ്രീവൻ താഴേക്ക് ഇറങ്ങി വരികയും മറ്റെല്ലാ പക്ഷികളോടൊപ്പം ആ വലയ്ക്കുള്ളിൽ കുരുങ്ങുകയും ചെയ്തു. എന്നിട്ട് തൻ്റെ പ്രജകളെ സമാധാനിപ്പിച്ചു. പേടിക്കേണ്ട, ആപത്തിൽ ബുദ്ധി മങ്ങാതിരുന്നാൽ മാത്രം മതി. നമ്മൾ 1000 പേരുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പൊങ്ങി പറന്നാൽ ഈ വലയും കൊണ്ട് നമുക്ക് പറന്ന് രക്ഷപ്പെടാം. അങ്ങനെ ചിത്രഗ്രീവൻ്റെ ആജ്ഞാനുസരണം ഈ 1000 പ്രാവുകളും കൂടി ഒരുമിച്ച് പറക്കുകയും വലയോടൊപ്പം ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. വേടൻ ഇത് കണ്ടുകൊണ്ട് അവരുടെ പിന്നാലെ ഓടിയെങ്കിലും പ്രാവുകൾ വളരെ ദൂരേക്ക് മറഞ്ഞു പോവുകയും താഴെ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ അവരുടെ കാലുകളിൽ കുരുങ്ങിയിരുന്ന ഈ വല അവർക്ക് അഴിച്ചു മാറ്റാൻ പറ്റിയില്ല. എന്തായാലും ചിത്രഗ്രീവൻ എന്ന ഈ പ്രാവ് രാജാവ് തൻ്റെ പ്രജകളോടൊപ്പം വലയുമായിട്ട് ഇങ്ങനെ പറന്നു പോകുന്ന കണ്ട ലഘുപതനകൻ എന്ന കാക്ക ഇതെന്തായി തീരുമെന്നറിയാൻ വേണ്ടി പിന്നാലെ പറന്നുപോയി. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ താഴെ നിലത്ത് ഈ പ്രാവുകളെല്ലാവരും കൂടി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ചിത്രഗ്രീവൻ തൻ്റെ പ്രജകളായ പ്രാവുകളോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, കുറച്ച് ദൂരെയായിട്ട് എൻ്റെ സുഹൃത്തായ ഹിരണ്യകൻ താമസിക്കുന്നുണ്ട്. നമുക്ക് ഹിരണ്യകനെ പോയി കാണാം, ഹിരണ്യകൻ നമ്മളെ സഹായിക്കും. അങ്ങനെ ഈ പ്രാവുകളെല്ലാം കൂടെ ഹിരണ്യകൻ്റെ മാളത്തിനടുത്തേക്ക് പറന്നു ചെല്ലുകയും അവിടെ ഇരുന്നുകൊണ്ട് ഹിരണ്യകനെ വിളിക്കുകയും ചെയ്തു. ഹിരണ്യകൻ പുറത്തു വന്നു. തൻ്റെ സുഹൃത്തായ ചിത്രഗ്രീവന് പിണഞ്ഞ ആപത്ത് കണ്ടിട്ട് ഹിരണ്യകൻ വിഷാദിച്ചു. ഹിരണ്യകൻ പറഞ്ഞു, പക്ഷി 150 യോജന ദൂരെ വെച്ച് തന്നെ തീറ്റപ്പണ്ണം കാണുന്നു, എന്നിട്ട് പോലും അടുത്ത് തന്നെയുള്ള കെണി കാണുന്നതുമില്ല. കഷ്ടമായിപ്പോയി. അങ്ങനെ അവൻ ചിത്രഗ്രീവൻ്റെ കെട്ടിറക്കാൻ ശ്രമിച്ചപ്പോൾ ചിത്രഗ്രീവൻ പറഞ്ഞു, എൻ്റെ കെട്ടല്ല ആദ്യം അഴിക്കേണ്ടത്, എൻ്റെ അനുചരന്മാരുടെ കെട്ടാണ്. ഭൃത്യരെ എപ്പോഴും വേണ്ടതുപോലെ മാനിക്കുന്ന രാജാവ് നിർധനനായി തീർന്നാൽ പോലും ഭൃത്യനെ ഉപേക്ഷിക്കുകയില്ല. നല്ല ഭൃത്യർക്ക് ദുഃഖത്തിനിട വരുന്ന രാജാവ് നരകത്തിൽ പോവുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഭൃത്യരെ വേണം നീ ആദ്യം രക്ഷപ്പെടുത്താൻ. അങ്ങനെ ഹിരണ്യകൻ സന്തോഷപൂർവ്വം കയറുകൾ അറുത്ത് എല്ലാവരെയും സ്വതന്ത്രരാക്കി. എന്നിട്ട് ചിത്രഗ്രീവനെയും പ്രജകളെയും അവിടുന്ന് യാത്രയാക്കി. ഇതെല്ലാം കണ്ടുകൊണ്ട് ലഘുപതനകൻ മരത്തിന് മുകളിലിരിക്കുന്നുണ്ടായിരുന്നു. ലഘുപതനകന് ഹിരണ്യകനോട് കൂട്ടുകൂറണമെന്ന് ആഗ്രഹം തോന്നി. ഇങ്ങനെ ഒരു എലി അതിനു മുമ്പ് ലഘുപതനകൻ കണ്ടിട്ടില്ല. മിടുക്കനാണ്. അവൻ മാളത്തിൻ്റെ വാതുക്കൽ ചെന്ന് പതുക്കെ വിളിച്ചു, ഹിരണ്യക ഒന്ന് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ഹിരണ്യകൻ മാളത്തിനുള്ളിൽ തന്നെ ഇരുന്ന് ചോദിച്ചു, നീ ആരാണ്? ലഘുപതനകൻ പറഞ്ഞു, ഞാനൊരു കാക്കയാണ്, എൻ്റെ പേര് ലഘുപതനകൻ എന്നാണ്. അപ്പോൾ ഹിരണ്യകൻ പറഞ്ഞു, നീ എൻ്റെ ശത്രുവാണ്, കാക്കകൾ എലികളുടെ ശത്രുവാണ്, എനിക്ക് നിന്നെ കാണണ്ട. കാക്ക പറഞ്ഞു, നീ എന്നെ കാണുകയെങ്കിലും ചെയ്യേ, നീ ചിത്രഗ്രീവൻ എന്ന പ്രാവിനോട് വലിയ കൂട്ടാണല്ലോ, എനിക്ക് നിന്നെ അതുപോലെ കൂട്ടുകാരനാക്കിയാൽ കൊള്ളാം എന്നുണ്ട്. ഹിരണ്യകൻ പറഞ്ഞു, ഇല്ല, നമ്മൾ ജന്മരാ വിരോധികളാണ്, നമ്മൾ തമ്മിൽ എങ്ങനെ സ്നേഹമുണ്ടാകും? പക്ഷേ കാക്ക കെഞ്ചി, നീ എൻ്റെ കൂട്ടുകാരനായില്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ചത്ത് കളയും. അപ്പോഴും ഹിരണ്യകൻ പറഞ്ഞു, എൻ്റെ ജന്മശത്രുവായ നിന്നോട് ഞാൻ എങ്ങനെ കൂട്ടുകൂടും? അങ്ങനെ ഇവർ തമ്മിൽ കുറേ നേരം വാദപ്രതിവാദങ്ങളുണ്ടായി. അവസാനം ദൂരെ ഇരുന്ന് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാം എന്ന ഒരു തീരുമാനത്തിൽ അവരെത്തി. അങ്ങനെ ഈ എലിയും കാക്കയും തമ്മിൽ കുറച്ച് ദിവസങ്ങൾ ദൂരെ ഇരുന്ന് സംസാരിച്ച് ഇവർ തമ്മിൽ കൂട്ടുകാരായി. അവരെ പരസ്പരം ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തും നല്ല കഥകൾ പറഞ്ഞും അവർ സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. കൊടുക്കുക, സ്വീകരിക്കുക, രഹസ്യങ്ങൾ കൈമാറുക, പരസ്പരം ഊട്ടുക, ഇങ്ങനെയാണല്ലോ സുഹൃത്തുക്കൾ പ്രീതി പ്രകടിപ്പിക്കാറുള്ളത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവർ അടുത്തടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ലഘുപതനകൻ എന്ന കാക്ക ഹിരണ്യകനോട് പറഞ്ഞു, ഹിരണ്യക, ഈ നാട്ടിൽ മഴയില്ലാത്തതുകൊണ്ട് ക്ഷാമം ബാധിച്ചിരിക്കുന്നു. വിശന്നു പൊരിയുന്ന ആളുകൾ വീടുകൾ തോറും പക്ഷികളെ വലവെച്ച് പിടിക്കുന്നുണ്ട്. ഈ നാട്ടിൽ ജീവിക്കുന്നത് എനിക്ക് അപകടമാണ്, അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോകാൻ പോവുകയാണ്. അപ്പോൾ ഹിരണ്യകൻ ചോദിച്ചു, നീ എവിടെ പോവുക? കാക്ക പറഞ്ഞു, ദക്ഷിണാപഥത്തിൽ ഒരു വലിയ കാടുണ്ട്, ആ കാട്ടിൽ ഒരു കുളമുണ്ട്, ആ കുളത്തിൽ എൻ്റെ സുഹൃത്തായ മന്ധരകൻ എന്ന ആമ താമസിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ അവൻ എനിക്ക് തിന്നാൻ മീനുകളെ പിടിച്ചു തരും. അപ്പോൾ ഹിരണ്യകൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനായ നീ
ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ എങ്ങനെ താമസിക്കും? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ, അതുകൊണ്ട് ഞാനും നിൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ കാക്ക ചോദിച്ചു, ആകാശത്തു കൂടി പറന്നു പോകുന്ന എൻ്റെ ഒപ്പം നീ എങ്ങനെ വരും? എലി പറഞ്ഞു, നീ എന്നെ പുറത്ത് കയറ്റിക്കൊണ്ട് പോയാൽ മതി. അങ്ങനെ കാക്ക സന്തോഷപൂർവ്വം സമ്മതിക്കുകയും ഹിരണ്യകനെ പുറത്തെടുത്തുകൊണ്ട് ആ നാട് വിട്ട് കാടിനുള്ളിലെ കുളത്തിനടുത്തേക്ക് പോവുകയും ചെയ്തു. എലിയും ചുമന്നുകൊണ്ട് തൻ്റെ കൂട്ടുകാരനായ ലഘുപതനകൻ പറന്നു വരുന്നത് കണ്ട് മന്ദരകൻ എന്ന ആമയ്ക്ക് വലിയ അത്ഭുതം തോന്നി. ലഘുപതനകൻ താഴെ ഇറങ്ങി ഒരു മരപ്പൊത്തിൽ ഹിരണ്യകനെ താമസിപ്പിച്ചു. എന്നിട്ട് കൊമ്പ തിരിഞ്ഞോട് വിളിച്ചു പറഞ്ഞു, മന്ദരക, ഞാൻ നിൻ്റെ ചങ്ങാതിയാണ് കേട്ടോ ലഘുപതനകൻ. മന്ദരകൻ പറഞ്ഞു, ഞാൻ ദൂരെ നിന്ന് നീ വരുന്നത് കാണുന്നുണ്ടായിരുന്നു. നിൻ്റെ വരവ് തന്നെ വലിയ കൗതുകമായിപ്പോയി. നിൻ്റെ കൂടെ ആരാ വന്നത്? അവൻ പറഞ്ഞു, എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഹിരണ്യകൻ എന്ന എലിയാണ്, അവൻ എൻ്റെ സുഹൃത്താണ്. അങ്ങനെ ഇവർ 3 പേരും കൂടി കുളത്തിൻ്റെ കരയിൽ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചിത്രാംഗതൻ എന്ന മാൻ വേടന്മാരെ പേടിച്ചോടി അവിടെ എത്തി. ഉടൻ ലഘുപതനകൻ മരക്കൊമ്പത്ത് കയറി ഇരിപ്പായി. ആരാണ് വരുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. കുളമ്പടി ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. ഹിരണ്യകനാണെങ്കിൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. മന്ദരകൻ വെള്ളത്തിൽ മുങ്ങി. ലഘുപതനകൻ വിളിച്ചു പറഞ്ഞു, മന്ദരക, പേടിക്കണ്ട, ഒരു മാനാണ്, അവൻ ദാഹിച്ച് വന്നതാണെന്ന് തോന്നുന്നു. അപ്പം മന്ദരകൻ പറഞ്ഞു, ഈ മാൻ ദാഹിച്ച് വന്നതല്ല, അത് കിതയ്ക്കുന്നുണ്ട്. പരിഭ്രമത്തോടെ പിന്തിരിഞ്ഞ് നോക്കുന്നുമുണ്ട്. എൻ്റെ പിന്നാലെ വേടൻ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ചിത്രാംഗതൻ എന്ന മാൻ പറഞ്ഞു, ശരിയാണ്, എൻ്റെ കൂട്ടത്തിലുള്ളവരെ എല്ലാം വേടൻ കൊന്നു കഴിഞ്ഞു. ഇനി ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ, എന്നെ സഹായിക്കണം. വേടന്മാർ വരത്ത സ്ഥലം കാണിച്ചു തരണം. അപ്പം മന്ദരകൻ പറഞ്ഞു, നീ കാടിനുള്ളിലേക്ക് കടന്ന് രക്ഷപ്പെട്ടോളൂ. വേടന്മാർക്ക് ഇടതൂർന്ന കാട്ടിലേക്ക് കയറാൻ പ്രയാസമാണ്. അങ്ങനെ ചിത്രാംഗതൻ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുകയും വേടൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അതോടെ ഈ കൂട്ടുകാരുടെ സംഘത്തിലേക്ക് ഈ ചിത്രാംഗതനും ചേർന്നു. 4 പേരും വലിയ കൂട്ടുകാരായി. രാവിലെ 4 പേരും 4 പേരുടെ വഴിയെ പോയി ഭക്ഷണം തേടുകയും ഉച്ചയോടെ ഒരുമിച്ച് കൂടി ചേർന്ന് സംസാരിച്ചിരിക്കുകയും ചെയ്യുക പതിവായിരുന്നു. പക്ഷേ ഒരു ദിവസം ചിത്രാംഗതൻ വന്നില്ല. അപ്പോൾ മറ്റു 3 പേരും ദുഃഖത്തോടെ അന്യോന്യം നോക്കി, അയ്യോ, ചിത്രാംഗതനെ വല്ല സിംഹവും പിടിച്ചു കാണുമോ? അതോ വേടന്മാർ പിടിച്ചോ? കാട്ടുതീയിൽ വീണോ? വല്ല കുഴിയിലും ചെന്ന് ചാടിയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ മന്ദരകൻ ലഘുപതനകനോട് പറഞ്ഞു, നീ കാട്ടിലൊക്കെ പറന്ന് നടന്നിട്ട് ചിത്രാംഗതനെ ഒന്ന് നോക്കിയിട്ട് വാ. എത്ര നേരമായി അവനെ കാണുന്നില്ലല്ലോ. അപ്പോൾ ലഘുപതനകൻ പറന്നുപോയി. കുറേ ദൂരം ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ കണ്ടു ചിത്രാംഗതൻ വലയിൽപ്പെട്ട് കിടക്കുന്നു. കാക്കയെ കണ്ടപ്പോൾ ചിത്രാംഗതൻ പറഞ്ഞു, എൻ്റെ പ്രാണം പോകാറായി. അതിനുമുമ്പ് നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. മറ്റു 2 സുഹൃത്തുക്കളോട് ഞാൻ അവരോട് ഇങ്ങനെ ക്ഷമ ചോദിച്ചു എന്ന് പറയുകയും വേണം. ലഘുപതനകൻ പറഞ്ഞു, നീ പേടിക്കേണ്ട, നിനക്ക് ഞങ്ങളുണ്ട്. നിൻ്റെ മരണമൊന്നും അടുത്തിട്ടില്ല. അങ്ങനെ അവൻ തിരിച്ച് തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി ഹിരണ്യകനോടും മന്ദരകനോടും കാര്യം പറഞ്ഞു. ഉടൻ തന്നെ ഹിരണ്യകൻ കാക്കയുടെ പുറത്ത് കയറി ചിത്രാംഗതൻ്റെ അടുത്തെത്തി. അപ്പോഴേക്കും മന്ദരകനും പതുക്കെ നടന്ന് അവിടെ എത്തി. അപ്പോൾ കാക്ക പറഞ്ഞു, അയ്യോ, നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വേടൻ ഇപ്പോൾ വന്നാൽ എനിക്ക് പറന്ന് രക്ഷപ്പെടാം. ഹിരണ്യകനും മാളത്തിൽ കടന്നു വിളിക്കാം. ചിത്രാംഗതനെ ഇപ്പോൾ തന്നെ ഹിരണ്യകൻ രക്ഷപ്പെടുത്തും. വല കടിച്ചു മുറിക്കും. അവൻ ഓടിപ്പോകാം. പക്ഷേ വെള്ളത്തിൽ ജീവിക്കുന്ന നീ എങ്ങനെ ഓടിപ്പോകും? അതുകൊണ്ട് നീ ഇവിടെ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ ഓടിപ്പോക്കോളൂ. മന്ദരകൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നില്ല. നിങ്ങളെപ്പോലെയുള്ള സുഹൃത്തുക്കളെ ആപത്തിൽ വിട്ടുപിരിയുന്നതിനേക്കാൾ ഭേദം ജീവൻ നഷ്ടപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേടൻ വന്നു. അപ്പോഴേക്കും എലി വലക്കയറ് കടിച്ചു മുറിച്ച് കഴിഞ്ഞിരുന്നു. ലഘുപതനകൻ ഉടൻ തന്നെ പറന്ന് ഒരു മരത്തിൽ പോയിരുന്നു. ചിത്രാംഗതൻ ഓടിപ്പോയി. ഹിരണ്യകൻ ഓടി കാട്ടിൽ പോയി ഒളിച്ചു. എന്നാൽ മന്ദരകൻ എന്ന ആമയ്ക്ക് മാത്രം വേഗം ഓടിപ്പോകാൻ പറ്റില്ല. അവൻ മെല്ലെ നടന്നുപോയി. വേടൻ വന്നപ്പോഴേക്കും തൻ്റെ വലയും മുറിഞ്ഞു, മാനും നഷ്ടപ്പെട്ടു. അയാൾ ആകെപ്പാടെ വിഷമിച്ച് നോക്കുമ്പോൾ ഒരു ആമ പോകുന്നത് കണ്ടു. അയാൾ വിചാരിച്ചു, മാൻ നഷ്ടപ്പെടുന്നതിന് പകരം എനിക്ക് തിന്നാനായിട്ട് ഈ ആമയെ ദൈവം അയച്ചായിരിക്കും. അയാൾ മന്ദരകനെ പിടിച്ച് ഒരു പുൽക്കയറ് കൊണ്ട് വില്ലിന്മേൽ കെട്ടിയിട്ട് ചുമരിൽ വെച്ച് വീട്ടിലേക്ക് നടന്നു. ഇത് കണ്ടപ്പോൾ ഹിരണ്യകൻ കരയാൻ തുടങ്ങി. ഭാഗ്യക്കേടുകൾ ഒന്നിച്ചാണല്ലോ വരുന്നത്. വിധിവശാൽ എൻ്റെ സ്വത്തെല്ലാം നശിച്ചു. എനിക്ക് കാട്ടിൽ അഭയം തേടേണ്ടി വന്നു. ഇപ്പോൾ ആശ്രയം തന്ന സ്നേഹിതനും പോയി. അപ്പോഴേക്കും ലഘുപതനകനും ചിത്രാംഗതനും കരഞ്ഞുകൊണ്ട് അവിടെ എത്തി. ഹിരണ്യകൻ പറഞ്ഞു, നമ്മളിങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. മന്ദരകൻ കണ്ണിൽ നിന്ന് മറയുന്നതിന് മുമ്പ് അവനെ രക്ഷിക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. ഇത് കേട്ട കാക്ക പറഞ്ഞു, ചിത്രാംഗതൻ വേടൻ്റെ വഴിക്കുള്ള കുളക്കരയിൽ ചത്തതുപോലെ കിടക്കട്ടെ. ഞാൻ അവൻ്റെ തലയിലിരുന്ന് പതുക്കെ കൊത്തിക്കൊള്ളാം. അത് കണ്ടാൽ മാൻ ചത്ത് കിടക്കുകയാണെന്ന് കരുതി വേടൻ മന്ദരകനെ വിട്ടിട്ട് മാനിനെ എടുക്കാൻ ചെല്ലും. ആ സമയത്ത് ഹിരണ്യകൻ മന്ദരകൻ്റെ പുൽക്കയർ കടിച്ചറക്കണം. മന്ദരകന് അപ്പോൾ കുളത്തിലേക്ക് ചാടി രക്ഷപ്പെടാമല്ലോ. എല്ലാവരും സമ്മതിച്ചു. ഈ വേടൻ കുളക്കരയിലൂടെയാണ് നടന്നു വന്നത്. അപ്പോൾ മാൻ അവിടെ ചത്തതുപോലെ കിടന്നു. കാക്ക തലയിലിരുന്ന് പതുക്കെ കൊത്തി. അത് കണ്ട വേടന് സന്തോഷമായി. തൻ്റെ വലയിൽപ്പെട്ടിരുന്ന മാൻ കയർ അറുത്തു പോയതിന് ശേഷം തളർന്ന് ചത്തു വീണതാവാം എന്ന് കരുതി അയാൾ ആമയെ നിലത്ത് വെച്ചിട്ട് മാനിൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയം നോക്കി ഹിരണ്യകൻ മന്ദരകൻ്റെ പുൽക്കയർ കടിച്ചു മുറിച്ചു.
മന്ദരകൻ കുളത്തിലിറങ്ങി താണുപോയി. ചിത്രാംഗതൻ എഴുന്നേറ്റ് കുതിച്ച് കാട്ടിനുള്ളിലേക്ക് ഓടിപ്പോയി. കാക്കയും പറന്നുപോയി. വേടൻ തിരിച്ചു വന്നപ്പോൾ ആമയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അയാൾ പലതും പറഞ്ഞ് ശപിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. വേടൻ ദൂരെ എത്തിയപ്പോൾ കാക്ക, എലി, ആമ, മാൻ എന്നീ 4 പേരും വളരെ സന്തോഷത്തോടെ കുളക്കരയിലേക്ക് തിരിച്ചു വരികയും അവിടെ വളരെ കാലം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.